നമസ്കാരം. നിങ്ങൾ ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതിന് അലൈഡ് ബ്രാഞ്ചസായ കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു സുവർണ്ണ അവസരം വന്നിരിക്കുകയാണ്. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകളിൽ ലെക്ചറർ പോസ്റ്റിലേക്ക് കേരള PSC നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ഒരു ഡിഗ്രി മാത്രം വെച്ചിട്ട് ഒരു ലെക്ചർ ആവുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഡ്രീമാണ്, അല്ലെങ്കിൽ ഒരു സുവർണ്ണ അവസരമാണ്. അതിനുള്ള ഒരു ചാൻസാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഏകദേശം 4 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ലെക്ചറർ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഏകദേശം 100ഓളം ആൾക്കാരാണ് കഴിഞ്ഞ തവണ ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയിലാണ് വിളിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നെയിം ഓഫ് ദി പോസ്റ്റ് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇതാണ് ഇതിൻ്റെ പോസ്റ്റിൻ്റെ നെയിം എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ അത് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജസ്. അപ്പോൾ കേരളത്തിലെ മൊത്തത്തിലുള്ള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകളിലേക്ക് ഇലക്ട്രോണിക്സ് ലെക്ചറായിട്ട് കോമൺ ആയിട്ട് ഒറ്റ എക്സാമിനേഷനും അതിൻ്റെ ഇൻ്റർവ്യൂ ആണ് വരാൻ പോകുന്നത്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ നോട്ട് ചെയ്യുക. 720/2024 ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 15,600, 39,100 പ്ലസ് AGP 5,400. ഇതൊരു പ്രീ റിവൈസ്ഡ് സ്കെയിലാണ്. അപ്പോൾ ഇതിപ്പോൾ പുതുതായിട്ട് നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി എന്ന് പറയുന്നത് 60,000 രൂപ അടുപ്പിച്ചാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഒരു ബിടെക് ലെവൽ വെച്ചിട്ട് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഉയർന്ന ഒരു ശമ്പളം തന്നെയാണിത് ഇൻ കേരള ഗവൺമെൻറ് സർവീസ്. ആൻഡ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. ഇനി ആരെങ്കിലും ഇത് അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ 29-ാം തീയതിക്ക് മുമ്പായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കേരള PSCയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് കൃത്യമായി പറഞ്ഞിട്ടില്ല, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ആ ഡേറ്റ് വെച്ച് അതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മുഴുവൻ വേക്കൻസിയിലേക്കും, അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വന്ന് ഏകദേശം 3 വർഷം കാലാവധി കൊണ്ട് അതുവരെ വരുന്ന എല്ലാ വേക്കൻസിയിലേക്കും ഈ ഒരു വരാൻ പോകുന്ന ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത് 20 മുതൽ 39 വയസ്സ് വരെയാണ്. ഇത് നോർമൽ റേറ്റ് ഒരു റേഞ്ചാണ് പറയുന്നത്. 2/1/1985 മുതൽ 1/1/2004 വരെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇതൊരു നോർമൽ കാറ്റഗറിയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു 3 വർഷം കൂടി നമുക്ക് കിട്ടും. അതായത് ഏകദേശം 42 വയസ്സ് വരെയുള്ളവർക്ക് റിസർവേഷൻ കാറ്റഗറിയിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ ഇലക്ട്രോണിക്സുമായിട്ട് അലൈഡ് ബ്രാഞ്ചസ്, അതായത് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സുമായിട്ട് റിലേറ്റ് വരുന്ന എല്ലാ ബിടെക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് വെറും ഒരു ബിടെക് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ലെക്ചറർ എന്ന് പറയുന്ന ഒരു ഡ്രീം പോസ്റ്റിലേക്ക്, അതും ഗവൺമെൻറ് സർവീസിൽ ഗസറ്റഡ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഡ്രീം ജോബാണ് വരാൻ പോകുന്നത്. ഇത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി വളരെ ശോഭനമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിനെ ഒരു ഏതെങ്കിലും ഗവൺമെൻറ് ജോലിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതിൻ്റെ പ്രീവിയസ് നോട്ടിഫിക്കേഷൻ, അതിനകത്ത് എത്ര പേരെ അപ്പോയിൻമെൻറ്റ് കിട്ടിയെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ലാസ്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 019/2021. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 5/1/2021 കഴിഞ്ഞ ഈ ഒരു നോട്ടിഫിക്കേഷനും ഈ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ വന്നിരിക്കുന്നത് 5/1/2021. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 11/10/2022. അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചെറുതായിട്ടൊരു ഡിലേ ഒക്കെ വരാം. എന്നിരുന്നാലും നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 8 മാസത്തിനുള്ളിൽ തന്നെ എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കണം. 8 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ തന്നെ എക്സാമിനേഷൻ വരും. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ്, അല്ലെങ്കിൽ ഇതിനകത്ത് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് 95 പേർക്കാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന്. അപ്പോൾ ഈ ഒരു അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കിത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര പേർക്ക് ജോലി കിട്ടും എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ 95 എന്ന് പറയുന്നത് വളരെ വലിയൊരു നമ്പറാണ്. ഈവൻ ഗവൺമെൻറ് സർവീസിൽ അത് ലെക്ചർ പോസ്റ്റിലേക്കൊക്കെ ഒറ്റ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു നമ്പറാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഈ ഒരു റേഞ്ച് 100ഓളമുള്ള ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് ഇനിയും അപ്പോയിൻമെൻറ്റുകൾ പ്രതീക്ഷിക്കാം. കാരണം ഇനി വരാൻ പോകുന്നൊരു 4 വർഷം ഇനി പുതുതായിട്ട് വരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും അപ്പോയിൻമെൻറ്റ് നടക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ സിലബസിനെ പറ്റി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കഴിഞ്ഞ എക്സാമിനേഷന് വേണ്ടി PSC പബ്ലിഷ് ചെയ്തിരിക്കുന്ന സിലബസ് ആണ്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതും ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എക്സാമിനേഷൻ്റെ വരാൻ പോകുന്ന എക്സാമിനേഷൻ ഒരു 2 മാസം മുന്നേ ആയിരിക്കും പുതിയ സിലബസ് അല്ലെങ്കിൽ റിവൈസ്ഡ് സിലബസ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള സിലബസ് വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇനി അതിനകത്ത് എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പുതിയ സിലബസിലായിട്ട്. അത് നമുക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ടൈമുണ്ട്. പക്ഷേ നമുക്ക് പുതിയ സിലബസ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. കാരണം
അത്രയും വൈഡ് ആയിട്ടുള്ളൊരു സിലബസ് ആണ്. അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് സിലബസിലേക്ക് പോവുകയാണെങ്കിൽ 2 മൊഡ്യൂളായിട്ടാണ് സിലബസ് തിരിച്ചിരിക്കുന്നത്. മൊഡ്യൂൾ 1 എ പാർട്ട് എന്ന് പറയുന്നത് ടെക്നിക്കൽ മാത്തമാറ്റിക്സ് ആണ്. ഈ ടെക്നിക്കൽ മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡിപ്ലോമക്കാർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിലും ഈ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള പിന്നെ എന്താണ് ടോപ്പിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ ടോപ്പിക്സ് ആണ് ഇതിനകത്ത് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത് മെട്രീസസ്, ഡിറ്റർമിനൻസ്, ബൈനോമിയൽ സീരീസ്, ട്രിഗണോമെട്രിക്സ് ഫംഗ്ഷൻസ്, കോർഡിനേറ്റ് ജിയോമെട്രി, ഡിഫറൻഷിയേഷൻ, ഇൻ്റഗ്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻസ്. ഇത്രയാണ് അതിനകത്ത് മാത്തമാറ്റിക്സിൽ പഠിക്കേണ്ടത്. ഇത് ബേസിക്സ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ടോപ്പിക്സ് ആണ്. ഇത് നിങ്ങൾ വീണ്ടും ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ബേസ്ഡ് ആയിട്ട് നമുക്കിത് വീണ്ടും പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് ഇത് നല്ലൊരു എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു മാത്തമാറ്റിക്സിൽ നിന്ന് ചോദിക്കും. അടുത്തത് മൊഡ്യൂൾ 1B പാർട്ടിൽ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിൽ വരുന്ന സബ് കാറ്റഗറീസ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻസ്, സർവേയിങ്, ലെവലിംഗ്. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്, സിലബസിൽ വരുന്നത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിവിടെ ക്ലാസ്സസ് എടുക്കുന്നതാണ്. മൊഡ്യൂൾ 1 സി പാർട്ടിൽ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് IC എഞ്ചിൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് പവർ പ്ലാന്റ്സ്. ഇത്രയുമാണ് സബ് കാറ്റഗറി ആയിട്ട്. വളരെ കുറച്ച് ടോപ്പിക്സ് ആണുള്ളത്, പക്ഷേ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതിനകത്ത് നിന്നും നല്ലൊരു എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. മൊഡ്യൂൾ 1 തന്നെ വരുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ്, സ്വിച്ചസ്, മൈക്രോ കൺട്രോളേഴ്സ്, മൊബൈൽ ടെക്നോളജി, ഇൻവെർട്ടർ ആൻഡ് UPS, വേസ്റ്റ്. ഇത്രയാണ് മൊഡ്യൂൾ 1 വരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഐഡിയ ഓഫ് ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ആൻഡ് ബേസിക് സർക്യൂട്ട് ഇൻസ്റ്റാളേഷൻസ്, ഇത്രയും ബേസിക് ഇലക്ട്രിക്കലും വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് DC നെറ്റ്വർക്ക്, AC നെറ്റ്വർക്ക് ഒക്കെ തന്നെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല കണ്ടൻറ്റ് മൊഡ്യൂൾ 1 തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ കവർ ചെയ്തിരിക്കുന്ന ബേസിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതുപോലെ തന്നെ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്തിരിക്കണം. ഏകദേശം ഒരു 40 to 50% ക്വസ്റ്റ്യൻസ് ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിക്കും. അടുത്തത് മൊഡ്യൂൾ 2 ആണ്. ഇതിലാണ് നിങ്ങളുടെ കോർ സൈഡ് വരുന്നത്. നിങ്ങൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ആ ഒരു 4 വർഷം കൊണ്ട് പഠിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ആ കോർ ആയിട്ടുള്ള പേപ്പറുകളെല്ലാം തന്നെ കവർ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഏകദേശം 50 above ക്വസ്റ്റ്യൻസ് ഈ ഒരു പാർട്ടിൽ നിന്ന് മാത്രമായിരിക്കും ചോദിക്കുക. ഇതിൻ്റെ മെയിൻ ടോപ്പിക്സ് മാത്രമാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് സിലബസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് എടുത്തവർക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഇലക്ട്രോണിക്സ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ഒരു വലിയൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. ഇതിനകത്ത് തന്നെ സബ് ടോപ്പിക്സ് ഒരുപാടുണ്ട്. ആംപ്ലിഫയർ, റെക്ടിഫയർ, ഓസിലേറ്റർ, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അടുത്ത ടോപ്പിക്സ് ആയിട്ട് വരുന്നത് ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണ്. അടുത്ത ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, പവർ ഇലക്ട്രോണിക്സ്, ഓപ്റ്റോ ഇലക്ട്രോണിക്സ്, PLC ആൻഡ് മെഷറിംഗ് എക്യുപ്മെൻറ്റ്സ്. ഇത്രയാണ് വരുന്നത്. ഇത്രയും 5 സബ്ജക്ട്സ് ആയിട്ട് തന്നെ സബ് കാറ്റഗറീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മൊഡ്യൂൾ 2. അപ്പോൾ ഏകദേശം ഒരു 50 to 55 ക്വസ്റ്റ്യൻസ് ഈ ഒരു പാർട്ടിൽ നിന്നും, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 1 നിന്നുമാണ് ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓൺലൈൻ. അതോടൊപ്പം തന്നെ റെക്കോർഡ് ക്ലാസ്സുകളായിട്ടാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. റിലയൻറ്റ് അക്കാദമി ഓൾറെഡി കഴിഞ്ഞ ബാച്ചിൽ നമ്മൾ ലെക്ചറർ പോസ്റ്റിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ ക്ലാസ്സസ് നടത്തിയിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് അവിടുന്ന് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, പലർക്കും ജോലിയും കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളിപ്പോൾ വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൺലൈൻ അല്ലെങ്കിൽ റെക്കോർഡഡ് മോഡിലാണ് ക്ലാസ് വരിക. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പാരലായിട്ട് മറ്റെന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് ഇരുന്ന് ഈ ക്ലാസ്സസ് കണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നമുക്കൊരു വരുന്നൊരു 6 months വളരെ ക്രിട്ടിക്കലാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ എത്രത്തോളം ഇൻറ്റൻസീവായിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര സീരിയസ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അത്രയും നിങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടാനും റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റിലേക്ക് വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജോലി കൺഫേം ചെയ്യാൻ കഴിയും. ഒരു ഗവൺമെൻറ് ജോബ് എന്നുള്ളൊരു ഡ്രീം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ ഓൺലൈൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ, 1-to-1 ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങളുടെ ഡൗട്ട്സ് പഠിക്കുമ്പോൾ ഡൗട്ട്സുകളൊക്കെ സ്റ്റാഫുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ഓരോ മൊഡ്യൂളും കഴിയുന്നതിന് ശേഷം അതിൻ്റെ എക്സാമിനേഷൻ, ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ കയറിയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ സൊല്യൂഷൻസും കീയും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൂടാണ്ട് തന്നെ അതിൻ്റെ ഡിസ്കഷൻ സെഷൻസും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി സീരിയസ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ
തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന എല്ലാ സർവീസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒരു 100% നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിനേഷൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ ലെക്ചറർ എന്ന് പറയുന്ന ഒരു ഡ്രീം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനും നിങ്ങളുടെ ഭാവി ശോഭനമാക്കാൻ വേണ്ടിയിട്ടും കഴിയും. എല്ലാവർക്കും ഈ ഒരു സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.